ശ്രീബുദ്ധനും ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ആർ യു റെഡി? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ശ്രീബുദ്ധനും മാൻകിടാവും എന്ന സെക്കൻഡ് ലെസൺ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അപ്പൊ നമ്മള് ഒരു 2-3 പാരഗ്രാഫ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതുവരെ പഠിച്ചു അല്ലെ? ഓക്കെ. അപ്പൊ എവിടെ വരെ പഠിച്ചേ? വഴിപോക്കൻ നടന്നു പോയിന് വരെ പഠിച്ചു അല്ലെ? ഓക്കെ. നമ്മൾ ശ്രീബുദ്ധനെ പറ്റിയാ പറഞ്ഞത് അല്ലെ? ശ്രീബുദ്ധനും മാൻകിടാവും. ശ്രീബുദ്ധൻ എങ്ങനെയുള്ള ആളായിരുന്നു? ദയുള്ള ആളായിരുന്നു. ഓക്കെ, ദയുള്ള ആളായിരുന്നു അല്ലെ? ജീവിയോട് സഹജീവികളോട് സഹതാപമുള്ള ആള് അല്ലെ? ഓക്കെ. അപ്പൊ ഒന്നുകൂടി മിസ് അത് വായിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണേ. ഓക്കെ. സായി കൃഷ്ണ ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ മോനെ. അപ്പൊ ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്തുകൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. എങ്ങും കിളികളുടെ കളകളാരവം. അപ്പൊ നേരം പുലർന്ന സമയത്താ ഉണ്ടാവുക അല്ലെ? കിളികളുടെ കളകളാരവം, കിളികളുടെ ശബ്ദം ഉണ്ടാവും, കുയില് പാടുന്നുണ്ടാവും അല്ലെ? പുലർച്ചെ ഒരു നല്ല സമയാണ് അല്ലെ? നല്ല സുഖമുള്ള സമയം. രാവിലെ എല്ലാരും എഴുന്നേറ്റ് നോക്കണം അല്ലെ? അപ്പോഴാണ് പുലർകാലത്തിന്റെ സുഖം അനുഭവിക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലായതുകൊണ്ട് എല്ലാരും 7 മണിക്കെല്ലാം ഉറങ്ങി എഴുന്നേക്കുന്നുണ്ട് അല്ലെ? അപ്പൊ കിളികളുടെ കളകളാരവെല്ലാം കേൾക്കുന്നുണ്ടോ? എല്ലാരും ഉണ്ടോ? ഓക്കെ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പ്രകൃതിയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാം കാണാൻ പറ്റും അല്ലെ? പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം അല്ലെ കുട്ടികള്? ഓക്കെ. അപ്പോ ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്തു കൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ അല്ലെ? നേരം പുലരുന്നതേ ഉള്ളൂ അല്ലെ? എങ്ങും കിളികളുടെ കളകളാരവം, പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട്. ഇപ്പൊ പ്രകൃതിക്ക് എന്തുണ്ട്? മനോഹാരിതയുണ്ട് അല്ലെ? ഓക്കെ. മനോഹാരിത നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്ന് ഒരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. ഏത് കാഴ്ച കണ്ടിട്ടാണ് ശ്രീബുദ്ധൻ ഞെട്ടിയത്? ഏത് കാഴ്ച കണ്ടിട്ടാ ശ്രീബുദ്ധൻ ഞെട്ടിയത്? റുവൈസേ പ്ലീസ് അൺമ്യൂട്ട് റുവൈസ്. ഏത് കാഴ്ച കണ്ടിട്ടാണ് ശ്രീബുദ്ധൻ ഞെട്ടിയത്? മാനിനെ കെട്ടിയിട്ടത്. ഒരു മാനിനെ ആരോ കടമ്പു മരത്തോട് ചേർന്ന് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു അല്ലെ? അത് കണ്ടിട്ടാണ് ശ്രീബുദ്ധൻ ഞെട്ടിയത് അല്ലെ? സങ്കടം വന്നത്. ഓക്കെ, ദേ തോന്നിയത്. അപ്പോ കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പു മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. എന്തൊരു ഹീനമായ പ്രവൃത്തി, എന്തൊരു മോശം പ്രവൃത്തിയാണത്! അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീബുദ്ധൻ പതുക്കെ നടന്ന മാനിന്റെ അടുത്തേക്ക് ചെന്നു. ആ സാധു ജീവി നിറ കണ്ണുകളോട് അദ്ദേഹത്തെ നോക്കി. എന്തിനാ നോക്കിയേ? ഒന്ന് അഴിച്ചു വിടുവോന്നിന്റെ അർത്ഥത്തിൽ അല്ലേ? ഓക്കെ. കാരുണ്യത്തിനു വേണ്ടി അത് തന്നോട് യാചിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അപ്പോഴേക്കും ഒരു വഴിപോക്കൻ അതിലേ വന്നു. ശ്രീബുദ്ധൻ വഴിപോക്കനോട് ചോദിച്ചു, സ്നേഹിത, ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം ക്രൂരമായി വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്? എന്താ ചോദിച്ചത്? ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം ക്രൂരമായി വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു അല്ലെ? സ്വാമിൻ മഗധ രാജകുമാരനെ അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്. കുമാരൻ വന്നാൽ ഇത് കൂരമ്പേറ്റ് പിടഞ്ഞു ചാവും, വഴിപോക്കൻ പറഞ്ഞു. എന്താ വഴിപോക്കൻ പറഞ്ഞത്? മഗധ രാജകുമാരന് അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഈ മാനിനെ ഇവിടെ വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് അല്ലെ? ഓക്കെ. എന്ത് ചെയ്യും? കുമാരൻ വന്നാൽ ഉടനെ ഇത് കൂരമ്പേറ്റ് പിടഞ്ഞു ചാവുമെന്ന് പറഞ്ഞു അല്ലെ? ഓഹോ, അത് മഹാക്രൂരതയാണല്ലോ. ശ്രീബുദ്ധൻ ചിന്താവിഷ്ടനായി. അതെ, അദ്ദേഹത്തിന് വേണ്ടി നിത്യവും ഇങ്ങനെ ഓരോ മാനിനെ കെട്ടിയിടാറുണ്ട്. രാജകുമാരനല്ലേ, അദ്ദേഹത്തിന് എന്തും ചെയ്യാമല്ലോ. വഴിപോക്കൻ നടന്നുപോയി. അത്ര വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ? അപ്പോ നെക്സ്റ്റ് പാരഗ്രാഫ് ഇന്ന് വായിക്കാം. ഓക്കെ. ശ്രീബുദ്ധന്റെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. അദ്ദേഹം ആ മാനിന്റെ കെട്ടുകൾ അഴിച്ചു. നീ വേഗം പോയിക്കൊള്ളൂ, നിന്റെ ജീവിതം കളങ്കമറ്റതാണ് അല്ലേ? അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞേ? ശ്രീബുദ്ധന്റെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. അദ്ദേഹം ആ മാനിന്റെ കെട്ടുകൾ അഴിച്ചു വിട്ടു അല്ലെ? ഓക്കെ. നീ വേഗം പോയിക്കോളൂ, നിന്റെ ജീവിതം കളങ്കമറ്റതാണ്. ശ്രീബുദ്ധൻ അതിനെ വീണ്ടും തലോടി. സ്നേഹപൂർവ്വം ശ്രീബുദ്ധനെ നോക്കിയിട്ട് അത് കാട്ടിലൂടെ ഓടി മറഞ്ഞു അല്ലെ? അപ്പൊ കെട്ടയച്ചു വിട്ടുകൊണ്ട് സ്നേഹത്തോടെ ശ്രീബുദ്ധനെ നോക്കിയിട്ട് അത് കാട്ടിലേക്ക് ഓടി മറഞ്ഞു അല്ലെ? ഓക്കെ. അപ്പോ ഇനി എന്താ അടുത്ത്?
അപ്പൊ കെട്ടുകഴിച്ചു. സ്നേഹപൂർവ്വം ശ്രീബുദ്ധനെ നോക്കി അത് കാട്ടിലൂടെ ഓടിമറന്നു. ശ്രീബുദ്ധൻ തന്റെ ശരീരം ആ കടമ്പ് മരത്തോട് ചേർത്ത് ബന്ധിച്ചു. പിന്നെ കാവ്യ വസ്ത്രം കൊണ്ട് ശരീരമാകെ മൂടി. എന്നിട്ട് അവിടെ അനങ്ങാതെ നിന്നു. എന്താ എന്ന് ചെയ്തത്? മാനിനെ അഴിച്ചു വിട്ടു അല്ലെ? മാന് കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ശ്രീബുദ്ധൻ എന്താ ചെയ്തത്? ശ്രീബുദ്ധൻ തന്റെ ശരീരം ആ കടമ്പ് മരത്തോട് ചേർത്ത് ബന്ധിച്ചു. പിന്നെ കാവ്യ വസ്ത്രം കൊണ്ട് ശരീരമാകെ മൂടി. എന്നിട്ട് അവിടെ അനങ്ങാതെ നിന്നു അല്ലെ? അതായത് കുമാരൻ വരുമല്ലേ അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടി. അപ്പൊ അത് ശ്രീബുദ്ധൻ എന്ത് ചെയ്തു? തന്റെ ശരീരം അവിടെ ബന്ധിച്ചു. എന്നിട്ട് കാവ്യ വസ്ത്രം കൊണ്ട് മൂടി അല്ലേ? അപ്പൊ ഇനി അമ്പെയ്ത് പഠിക്കൽ ആർക്കാ? ശ്രീബുദ്ധനായിരിക്കും അല്ലേ? അപ്പോ എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് നോക്കാലോ നമുക്കല്ലേ? ഓക്കെ. വൈകുന്നേരമായപ്പോൾ അമ്പും വില്ലും കൈകളിലേന്തി പരിചാരകരോടൊന്നിച്ച് മഗധ രാജകുമാര കടമ്പ് വൃക്ഷത്തിന്റെ സമീപത്തെത്തി. വൈകുന്നേരമായപ്പോൾ അമ്പും വില്ലുകളും കൈകളിലേന്തി പരിചാരകരോടൊപ്പം മഗധ രാജകുമാരൻ ആ കടമ്പ് വൃക്ഷത്തിന്റെ സമീപത്തെത്തി. അദ്ദേഹം ആവനാഴിയിൽ നിന്ന് ഒരമ്പെടുത്ത് വില്ലിനോട് ചേർത്തു. എന്താ സംഭവിക്കുക അടുത്ത നിമിഷം അല്ലേ? ഒക്കെ ആവനാഴിയിൽ നിന്ന് ഒരമ്പെടുത്ത് വില്ലിനോട് ചേർത്തു. അപ്പോഴാണ് മാൻകിടാവിന്റെ സ്ഥാനത്ത് കാവ്യവസ്ത്രത്തിന്റെ നിറം കണ്ടത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹം പരിചാരകരോട് പറഞ്ഞു, ഇന്നത്തെ ഇര സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി തോന്നുന്നല്ലോ, അതൊരു മൃഗം തന്നെയാണോ എന്ന് നോക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞു അല്ലെ? എന്ത് പറഞ്ഞു മഗധ രാജകുമാരൻ? ഇന്ന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ, അതൊരു മാൻ തന്നെയാണോ? പിന്നെയോ അല്ല, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നത് അതൊരു മൃഗം തന്നെയാണോ എന്ന് ചോദിച്ചു അല്ലേ? അപ്പൊ പരിചാരകൻ വൃക്ഷച്ചുവട്ടിൽ ചെന്ന് നോക്കി. അപ്പോഴാണ് അതൊരു സന്യാസിയാണെന്ന് മനസ്സിലായത് അല്ലെ? അപ്പോഴാണ് സന്യാസിയാണ്, ഇത് മൃഗമല്ല മാനല്ല എന്ന് മനസ്സിലായത്. ഓക്കെ. ആരോ സന്യാസിയെ ബലമായി പിടിച്ചവിടെ കെട്ടിയിട്ടതാണെന്ന് രാജകുമാരൻ വിചാരിച്ചു. രാജകുമാരൻ ചോദിച്ചു, അങ്ങേ ആരാണ് ഇവിടെ ബന്ധിച്ചത് എന്ന് ചോദിച്ചു. ആരോ ബലമായി കെട്ടിയിട്ടാന്നാണ് ആര് ഈ മഗധ രാജകുമാരൻ വിചാരിച്ചത്. അതുകൊണ്ട് ചോദിച്ചു, അങ്ങേ ആരാണ് ഇവിടെ കെട്ടിയിട്ടത് എന്ന് ചോദിച്ചു. ആരാണ് ഇവിടെ ബന്ധിച്ചത്? കെട്ടിയിടുക. ഓക്കെ. സന്യാസി പറഞ്ഞു, കുമാര, എന്നെ ആരും ഇവിടെ ബന്ധിച്ചതല്ല. പിന്നെ അങ്ങയ്ക്ക് വേണ്ടി ഒരു മാനിനെ ഇവിടെ വരിഞ്ഞു കെട്ടിയിരുന്നു, അതിനെ ഞാൻ രക്ഷപ്പെടുത്തി. സന്യാസി അറിയിച്ചു, അങ്ങയ്ക്ക് വേണ്ടി ഒരു മാനിനെ ഇവിടെ വരിഞ്ഞു കെട്ടിയിട്ടുണ്ടായിരുന്നു, അതിനെ ഞാൻ രക്ഷപ്പെടുത്തി. എന്നെ ആരും കെട്ടിയിട്ടല്ല, ഞാൻ സ്വയം കിട്ടിയാന്ന് പറഞ്ഞു അല്ലേ? അങ്ങയ്ക്ക് വേണ്ടി ഒരു മാനിനെ ഇവിടെ വരിഞ്ഞു കെട്ടിയിരുന്നു, അതിനെ ഞാൻ രക്ഷപ്പെടുത്തി, സന്യാസി അറിയിച്ചു. അതെന്തിന്? അപ്പോൾ എനിക്ക് എഴുതു വീഴ്ത്താൻ മൃഗം വേണ്ടേ? രാജകുമാരൻ കോപിഷ്ഠനായി അല്ലെ? കോപിഷ്ഠനാവുക പറഞ്ഞാൽ ദേഷ്യം വരിക അല്ലെ? കോപിഷ്ഠനായി. ശ്രദ്ധിക്കണേ എല്ലാവരും. കുമാര, ദേഷ്യപ്പെടാതിരിക്കൂ. മാനിന് പകരം അങ്ങ് എന്നെ അമ്പെയ്തു കൊള്ളൂ. അങ്ങേക്ക് അസ്ത്രവിദ്യ പഠിക്കാൻ ഏതെങ്കിലും ഒരു ജീവി മതിയല്ലോ, അത് ഞാൻ തന്നെ ആവട്ടെ. ശ്രീബുദ്ധൻ ശാന്ത സ്വരത്തിൽ പറഞ്ഞു. ശാന്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. എന്ത് പറഞ്ഞു? കുമാര, നീ ദേഷ്യപ്പെടണ്ട. മാനിന് പകരം അങ്ങ് എന്നെ അമ്പെയ്തു കൊള്ളൂ. അങ്ങേക്ക് അസ്ത്രവിദ്യ പഠിക്കാൻ ഏതെങ്കിലും ഒരു ജീവി മതിയല്ലോ, അത് ഞാൻ തന്നെ ആയിക്കോട്ടെ. ആര് പറഞ്ഞു? ശ്രീബുദ്ധൻ പറഞ്ഞു അല്ലേ? ഓക്കെ. ഞാൻ ഇതുവരെ മനുഷ്യരെ അമ്പെയ്ത് ശീലിച്ചിട്ടില്ല. രാജകുമാരൻ ദേഷ്യപ്പെട്ടു. ഇതുവരെ മനുഷ്യരെ അമ്പെയ്ത് ശീലിച്ചിട്ടില്ല, ഞാൻ മൃഗത്തിനെയാണ് അമ്പെയ്ത് ശീലിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലെ? കുമാര, പാവപ്പെട്ട മിണ്ടാപ്രാണികളെ കൊല്ലുന്നതിലും ഭേദം മനുഷ്യരെ തന്നെ കൊല്ലുകയാണ്. എന്ത് പറഞ്ഞു? കുമാര, പാവപ്പെട്ട മിണ്ടാപ്രാണികൾ, അതായത് മിണ്ടാപ്രാണിയാണ് അല്ലെ മൃഗം, സംസാരിക്കുന്നില്ല അല്ലെ? മനുഷ്യനെ പോലെയല്ല അല്ലെ? മിണ്ടാപ്രാണികളെ കൊല്ലുന്നതിലും ഭേദം മനുഷ്യരെ തന്നെ കൊല്ലുകയാണ്. പക്ഷെ ഒന്നിനും പ്രതിവിധിയല്ല അല്ലെ? ഒരാളെ കൊല്ലുന്നതുകൊണ്ട് ഒന്നും പ്രതിവിധി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കൊല്ലൽ ഒന്നിനും പ്രതിവിധിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ? മുഹമ്മദ് റിഹാൻ, ലിസൺ ഹിയർ. ഓക്കെ. അപ്പോ രാജകുമാരനായ അങ്ങേക്ക് എത്ര മൃഗങ്ങളെ വേണമെങ്കിലും കൊല്ലാൻ കഴിഞ്ഞേക്കും, എന്നാൽ ഒരെണ്ണത്തിന് ജീവൻ കൊടുക്കാൻ കഴിയുമോ? ശ്രീബുദ്ധൻ രാജകുമാരനെ നോക്കി. എത്ര മൃഗങ്ങളെ വേണമെങ്കിലും അല്ലെങ്കിൽ കൊല്ലാൻ പറ്റും, പക്ഷെ ഒരെണ്ണത്തിനെങ്കിലും ജീവൻ നൽകാൻ കുമാരന് കഴിയുമോ എന്ന് ശ്രീബുദ്ധൻ ചോദിച്ചു അല്ലെ? ഓക്കെ. അങ്ങനെ പറ്റുമോ? ആർക്കെങ്കിലും ഒരു ജീവൻ കൊടുക്കാൻ നമുക്ക് പറ്റുമോ?
ഇല്ല അല്ലെ. ഇതോടെ രാജകുമാരൻ നിശബ്ദനായി അല്ലേ. ഇതോടെ രാജകുമാരൻ നിശബ്ദനായി അല്ലേ. ഇതോടെ രാജകുമാരൻ നിശബ്ദനായി. ശ്രീബുദ്ധന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കൂരമ്പു പോലെ തറച്ചു അല്ലേ. എന്ത് എത്ര മൃഗങ്ങളെ വേണമെങ്കിലും താങ്കൾക്ക് കൊല്ലാൻ സാധിക്കും, പക്ഷേ ഒരെണ്ണത്തിനെ പോലും ജീവൻ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ വാക്കുകള് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പൂരമ്പു പോലെ തറച്ചു അല്ലെ. അങ്ങനെയാ പറഞ്ഞ പൂരമ്പു പോലെ തറച്ചു. ഓക്കെ. പിന്നെന്താ പറഞ്ഞ, അദ്ദേഹം തന്റെ കയ്യിലിരുന്ന അമ്പും വില്ലും ശ്രീബുദ്ധന്റെ പാദങ്ങളിൽ വെച്ചു. അദ്ദേഹത്തിന്റെ പാദങ്ങൾ തൊട്ടു വണങ്ങിക്കൊണ്ട് രാജകുമാരൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞതാണ് ശരി. നമുക്ക് കൊല്ലാനേ കഴിയൂ, ഒന്നിനെയും ജീവിപ്പിക്കാൻ കഴിയില്ല. ജീവിപ്പിക്കാൻ കഴിവില്ലാത്തവർക്ക് കൊല്ലാനും അധികാരമില്ല അല്ലേ. ഞാൻ ഇനിമേൽ ഒന്നിനെയും കൊല്ലില്ല. ഇത് സത്യം, സത്യം, സത്യം. രാജകുമാരന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ശ്രീബുദ്ധൻ ഉപദേശിച്ചു, അഹിംസ പരമോ ധർമ്മ അല്ലേ. എന്താ ഉപദേശിച്ചത്? രാജകുമാരന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ശ്രീബുദ്ധൻ എന്താ ഉപദേശിച്ചത്? എന്താ ഉപദേശിച്ചത് റിഹാനെ? റിഹാൻ, പ്ലീസ് അൺമ്യൂട്ട് റിഹാൻ. രാജകുമാരന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. പ്ലീസ് അൺമ്യൂട്ട്. കേൾക്കുന്നുണ്ടായില്ലേ? ഇല്ലേ മുഹമ്മദ് റിഹാനെ? കേൾക്കുന്നില്ല? ഓക്കെ, ഇവിടെ മുഹമ്മദ് കേൾക്കുന്നില്ല. അപ്പൊ മുഹമ്മദ് കെ അഹിംസോ പരമോ ധർമ്മ എന്ന് ഉപദേശിച്ചു അല്ലേ. എന്താ അതിനർത്ഥം? ഒരു ജീവിയെ നമ്മള് കൊല്ലരുത് അല്ലേ, ഹിംസിക്കരുത് അല്ലേ. അഹിംസയാണ് പരമമായ ധർമ്മം. അഹിംസ ഹിംസയുടെ ഓപ്പോസിറ്റ് വേർഡ് ആണ് അല്ലേ. അഹിംസ, അഹിംസോ പരമോ ധർമ്മ. അഹിംസയാണ് പരമമായ ധർമ്മം എന്ന് ആര് പറഞ്ഞു? ശ്രീബുദ്ധൻ പറഞ്ഞു അല്ലേ രാജകുമാരനോട്. അപ്പോ അതിൽ നിന്ന് രാജകുമാരന് എന്ത് പാഠം ലഭിച്ചു? ഒരാളെയും കൊല്ലാൻ നമുക്ക് അവകാശമില്ല, ജീവിപ്പിക്കാൻ കഴിയാത്തവർക്ക് കൊല്ലാനും അധികാരമില്ല അല്ലേ. ഇതല്ലേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായത്? അഹിംസയാണ് പരമമായ ധർമ്മം. ഒരു ജീവിയെയും ഹിംസിക്കരുത് എന്നൊരു പാഠം നമ്മൾ അതിൽ നിന്ന് പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സഹജീവികളോട് സ്നേഹത്തിൽ പെരുമാറണം അല്ലേ. ഓക്കെ, ആരെയും ഹിംസിക്ക ആരെയും ഒരു ജീവിയെ നമ്മൾ കൊല്ലാൻ പാടില്ല എന്നല്ലേ. ആരെയും നമ്മള് എന്താണ് ഷഹബാസേ? പ്ലീസ് അൺമ്യൂട്ട് ഷഹബാസ്. കേൾക്കുന്നില്ലേ മോന്? കേൾക്കുന്നുണ്ട് മിസ്. ആ പാഠം ഒന്നും കൂടി എടുക്കോ? ഓക്കെ, പാടാ ഒന്നും കൂടെ പറയാ കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ലെസൺ ശ്രീബുദ്ധനും മാൻകിടാവും. ശ്രദ്ധിച്ചോ? കേൾക്കുന്നുണ്ടല്ലോ ഇപ്പൊ? ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്തു കൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. എങ്ങും കിളികളുടെ കളകളാരവം. പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു അല്ലെ. എന്താ മനസ്സിലായോ? എന്താണ്? ശ്രീബുദ്ധൻ ഒരിക്കൽ ഒരു നദീതീരത്തു കൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ അല്ലെ. പുലർക്കാലത്ത് കിളികളുടെ കളകളാരവം ഉണ്ടാവും അല്ലെ, കിളികളുടെ ശബ്ദം. പ്രകൃതിയുടെ മനോഹാരിത നുകർന്ന്, മനോഹരമായ പ്രകൃതിയെ ദർശിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? മെല്ലെ നടന്നു. പെട്ടെന്ന് ഒരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. എന്ത് കാഴ്ചയായിരുന്നു കണ്ടത്? കുറച്ചു ദൂരത്ത് എന്താ കണ്ടത് ഷഹബാസേ? മാനിനെ കടമ്പ് മരത്തോട് ചേർന്ന് വരിഞ്ഞു കെട്ടിയിരിക്കുന്നതാണ് കാഴ്ചയാണ് കണ്ടത് അല്ലെ. ഓക്കെ, പിന്നെന്താണ് പഠിച്ചത്? ശ്രീബുദ്ധൻ പതുക്കെ നടന്നു മാനിന്റെ അടുത്തേക്ക് ചെന്നു. ആ സാധു ജീവി നിറ കണ്ണുകളോടെ
അദ്ദേഹത്തെ നോക്കി. കാരുണ്യത്തിന് വേണ്ടി അത് തന്നോട് യാചിക്കുന്നതായി തോന്നി. അത് യാചിക്കുക എന്താ അർത്ഥം? യാചിക്കുക പറഞ്ഞ എന്താണ്? അപേക്ഷിക്കുക. അപ്പൊ യാചിക്കുന്നതായി തോന്നി അല്ലേ? ഓക്കെ. എന്തേ ഏബലിന് നിങ്ങൾ പറയാനുണ്ടോ? ഏബൽ പ്ലീസ് അൺമ്യൂട്ട്. ഏബൽ ബിനോയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ജോസി എന്താണ്? മുഹമ്മദേ ജോസി എന്തെങ്കിലും പറയാനുണ്ടോ? ജോസി ഓക്കെ. റുവൈസ് എവിടെയോ പോയി, ആദ്യം വന്നുവല്ലോ. റുവൈസേ നെറ്റ് പ്രോബ്ലം ആയിരുന്നോ? ഓക്കെ. അപ്പോ ശ്രീബുധൻ പതുക്കെ നടന്നു. ഷഹബാസെ നീ ശ്രദ്ധിക്കണം, നിനക്ക് വേണ്ടി ഞാൻ പറയുന്നേ. ഷഹബാസ് പ്ലീസ് ലിസൺ ഹിയർ. ഓക്കെ. പതുക്കെ നടന്നു മാനിന്റെ അടുത്തേക്ക് ചെന്നു. ആ സാധു ജീവി നിറകണ്ണുകളോട് അദ്ദേഹത്തെ നോക്കി. കാരുണ്യത്തിന് വേണ്ടി തന്നോട് യാചിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അപ്പോഴേക്കും ഒരു വഴിപോക്കൻ അതിലേ വന്നു. ശ്രീബുധൻ വഴിപോക്കനോട് ചോദിച്ചു, സ്നേഹിത, ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം ക്രൂരമായി വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്? സ്വാമിൻ, മഗധ രാജകുമാരന് അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്. കുമാരൻ വന്നാൽ ഇത് കൂരമ്പേറ്റ് പിടഞ്ഞു ചാവും, വഴിപോക്കൻ പറഞ്ഞു. ഓഹോ, അത് മഹാക്രൂരതയാണല്ലോ. ശ്രീബുധൻ ചിന്താവിഷ്ടനായി അല്ലേ? ഓക്കെ. അത് കണ്ടിട്ട് ശ്രീബുധൻ എന്തായി? ചിന്താവിഷ്ടനായി. എന്തേ മുഹമ്മദേ? അല്ല റുവൈസേ അൺമ്യൂട്ട് ചെയ്തേ. റുവൈസേ കേൾക്കുന്നില്ലേ? അതെയോ? അപ്പോ എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോ ശ്രീബുധൻ ചിന്താവിഷ്ടൻ. അതെ, അദ്ദേഹത്തിന് വേണ്ടി നിത്യവും ഇങ്ങനെ ഓരോ മാനിനെ കെട്ടിയിടാറുണ്ട്. രാജകുമാരനല്ലേ, അദ്ദേഹത്തിന് എന്തും ചെയ്യാമല്ലോ. അപ്പൊ രാജകുമാരനെ എന്തും ചെയ്യാമല്ലോ എന്ന് വഴിപോക്കൻ പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി എല്ലാ ദിവസവും മാനിനെ കെട്ടിയിടാറുണ്ടെന്ന് പറഞ്ഞു അല്ലെ? ശ്രീബുദ്ധന്റെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. അദ്ദേഹം ആ മാനിന്റെ കെട്ടുകൾ അഴിച്ചു. നീ വേഗം പോയിക്കൊള്ളൂ, നിന്റെ ജീവിതം കളങ്കമറ്റതാണ്. ശ്രീബുദ്ധൻ അതിനെ വീണ്ടും തലോടി. സ്നേഹപൂർവ്വം ശ്രീബുദ്ധനെ നോക്കിയിട്ട് അത് കാട്ടിലൂടെ ഓടി മറന്നു. എന്നിട്ട് എന്താ ചെയ്തത് ശ്രീബുദ്ധൻ? ശ്രീബുദ്ധൻ തന്റെ ശരീരം ആ കടമ്പു മരത്തോട് ചേർത്ത് ബന്ധിച്ചു. തന്റെ ശരീരം കടമ്പു മരത്തോട് ചേർത്ത് ബന്ധിച്ചു അല്ലേ? പിന്നെ കാവ്യവസ്ത്രം കൊണ്ട് ശരീരമാകെ മൂടി. എന്നിട്ട് അവിടെ അനങ്ങാതെ നിന്നു അല്ലേ? എന്താ റുവൈസേ, ലൈറ്റ് പോയോ? അതെ അല്ലേ? വൈകുന്നേരമായപ്പോൾ അമ്പും വില്ലും കൈകളിലേന്തി പരിചാരകരോടൊപ്പം മഗധ രാജകുമാരൻ ആ കടമ്പ് വൃക്ഷത്തിന് സമീപത്തെത്തി അല്ലേ? അദ്ദേഹം ആവനാഴിയിൽ നിന്നും ഒരു അമ്പെടുത്ത് വില്ലിനോട് ചേർത്തു. അപ്പോഴാണ് മാൻകിടാവിന്റെ സ്ഥാനത്ത് കാവ്യവസ്ത്രത്തിന്റെ നിറം കണ്ടത് അല്ലേ? കാവ്യവസ്ത്രത്തിന്റെ നിറം കണ്ടത്. അദ്ദേഹം പരിചാരകരോട് പറഞ്ഞു, ഇന്നത്തെ ഇര സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി തോന്നുന്നല്ലോ. അതൊരു മൃഗം തന്നെയാണോ എന്ന് നോക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞു അല്ലെ? പരിചാരകൻ വൃക്ഷച്ചുവട്ടിൽ ചെന്ന് നോക്കി. അപ്പോഴാണ് അതൊരു സന്യാസിയാണെന്ന് മനസ്സിലായത്. ആരോ സന്യാസിയെ ബലമായി പിടിച്ച് അവിടെ കെട്ടിയിട്ടതാണെന്ന് രാജകുമാരൻ വിചാരിച്ചു. രാജകുമാരൻ ചോദിച്ചു, അങ്ങേ ആരാണ് ഇവിടെ ബന്ധിച്ചത്? സന്യാസി എന്താ പറഞ്ഞത്? എന്നെ ആരും ഇവിടെ ബന്ധിച്ചതല്ല എന്ന് പറഞ്ഞു അല്ലെ? കെട്ടിയിട്ടതല്ല, ഞാൻ സ്വയം. എന്താണ് ഷഹബാസേ? മഴയായിട്ടൊന്നും കേൾക്കുന്നില്ല. മഴയായിട്ടാണോ? ഇവിടെ ഒരു പ്രശ്നവുമില്ലടാ. കേൾക്കുന്നില്ലേ? സായി കൃഷ്ണ കേൾക്കുന്നില്ലേ മോനെ? കുഴപ്പമില്ല കേട്ടോ. മുഹമ്മദ് നിനക്ക് കേൾക്കുന്നുണ്ടോ? സായി കൃഷ്ണ കേൾക്കുന്നുണ്ടോ മോനെ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ഉണ്ട് അല്ലേ എഡ്വിൻ?
ഏബലിന് കേൾക്കുന്നില്ലേ മോനെ? എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. ഷഹബാസിന് മഴ ആയതുകൊണ്ടാവും അല്ലേ? അതെ അല്ലെ, ശ്രദ്ധിക്കണം അല്ലേ? അപ്പോ അങ്ങേക്ക് വേണ്ടി ഒരു മാനിനെ ഇവിടെ വരിഞ്ഞു കെട്ടിയിരുന്നു. അതിനെ ഞാൻ രക്ഷപ്പെടുത്തി സന്യാസി അറിയിച്ചു. അതെന്തിന്? അപ്പോൾ എനിക്ക് എരുതുവീത്ത മൃഗം വേണ്ടേ എന്ന് രാജകുമാരൻ കോപിഷ്ഠനായി അല്ലേ? രാജകുമാരന് ദേഷ്യം വന്നു അത് കേട്ടപ്പോ. ഹന്നാറോസ് മനസ്സിലാവുന്നില്ലേ മോളെ? അപ്പൊ കുമാര ദേഷ്യപ്പെടാതിരിക്കൂ. മാനിന് പകരം അങ്ങ് എന്നെ അമ്പെയ്തുകൊള്ളൂ. അങ്ങേക്ക് അസ്ത്രവിദ്യ പഠിക്കാൻ ഏതെങ്കിലും ഒരു ജീവി മതിയല്ലോ, അത് ഞാൻ തന്നെ ആവട്ടെ. ശ്രീബുദ്ധൻ ശാന്ത സ്വരത്തിൽ പറഞ്ഞു അല്ലേ? ഞാൻ ഇതുവരെ മനുഷ്യരെ അമ്പെയ്ത് ശീലിച്ചിട്ടില്ല. രാജകുമാരൻ ദേഷ്യപ്പെട്ടു. കുമാര, പാവപ്പെട്ട മിണ്ടാപ്രാണികളെ കൊല്ലുന്നതിനും ഭേദം മനുഷ്യരെ തന്നെ കൊല്ലുകയാണ്. പക്ഷെ കൊല്ലൽ ഒന്നിനും പ്രതിവിധിയല്ല. ശ്രദ്ധിക്കണേ എല്ലാവരും, കൊല്ലൽ ഒന്നിനും പ്രതിവിധിയല്ല. രാജകുമാരനായ അങ്ങേക്ക് എത്ര മൃഗങ്ങളെ വേണമെങ്കിലും കൊല്ലാൻ കഴിഞ്ഞേക്കും, എന്നാൽ ഒരെണ്ണത്തിന് ജീവൻ കൊടുക്കാൻ കഴിയുമോ? ശ്രീബുദ്ധൻ രാജകുമാരനെ നോക്കി. ഇതോടെ രാജകുമാരൻ നിശബ്ദനായി. ശ്രീബുദ്ധന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കൂരമ്പ് പോലെ തറച്ചു അല്ലേ? അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കൂരമ്പ് പോലെ തറച്ചു അല്ലേ ശ്രീബുദ്ധന്റെ വാക്കുകൾ? അതെ, അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം തന്റെ കയ്യിലിരുന്ന അമ്പും വില്ലും ശ്രീബുദ്ധന്റെ പാദങ്ങളിൽ വെച്ചു. അദ്ദേഹത്തിന്റെ പാദങ്ങൾ തൊട്ട് വണങ്ങിക്കൊണ്ട് രാജകുമാരൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞതാണ് ശരി. നമുക്ക് കൊല്ലാനേ കഴിയൂ, ഒന്നിനെയും ജീവിപ്പിക്കാൻ കഴിയില്ല. ജീവിപ്പിക്കാൻ കഴിവില്ലാത്തവർക്ക് കൊല്ലാനും അധികാരമില്ല. ഞാൻ ഇനിമേൽ ഒന്നിനെയും കൊല്ലില്ല. സത്യം സത്യം സത്യം. രാജകുമാരന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ശ്രീബുദ്ധൻ ഉപദേശിച്ചു, അഹിംസ പരമോ ധർമ്മ അല്ലേ? അപ്പൊ എന്താ നമ്മളിൽ പഠിച്ച പാഠം? അഹിംസയാണ് പരമമായ ധർമ്മം. ഒരു ജീവിയെയും ഹിംസിക്കരുത് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു നല്ലൊരു ഗുണപാഠമാണ് നമ്മൾ ഇന്നത്തെ സ്റ്റോറി പഠിച്ചത് അല്ലേ? ഓക്കെ, അഹിംസോ പരമോ ധർമ്മ. അപ്പൊ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ശ്രീബുദ്ധനെ പോലെ ആവണല്ലേ നമ്മളെല്ലാരും അല്ലേ? സഹജീവികളോട് സ്നേഹം ഉണ്ടാവണം, കരുണ ഉണ്ടാവണം അല്ലേ? ഓക്കെ അല്ലേ മുഹമ്മദേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ പാഠം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ ലക്ഷ്മിപ്രിയ? ലക്ഷ്മിപ്രിയക്ക് മനസ്സിലായോ ലക്ഷ്മിപ്രിയ? ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട്. അപ്പൊ മനസ്സിലായി, എഡ്വിന് മനസ്സിലായി, രണ്ട് കയ്യും കാണിക്കുക അല്ലേ എഡ്വിൻ? ഓക്കെ, അപ്പൊ എല്ലാം മനസ്സിലായി. ജോസിക്ക് മനസ്സിലായി, ഏബൽ ബിനോയ്ക്കോ, ഷഹനാഷറിന് മനസ്സിലായി. മുഹമ്മദ് റിഹാൻ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ഓക്കെ, മനസ്സിലായി. സായി കൃഷ്ണ ഒക്കെ എല്ലാവർക്കും, മുഹമ്മദ് റിവൈസ് എല്ലാവർക്കും മനസ്സിലായി. നല്ല പോലെ ഈ പാഠം മനസ്സിലായി അല്ലേ എല്ലാവർക്കും? അപ്പോ ഇനി നമുക്കിതിന്റെ കഴിഞ്ഞ പാഠം എല്ലാവരും പഠിക്കണേ. എഡ്വിൻ പഠിച്ചിട്ടുണ്ടല്ലേ എഡ്വിൻ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ പാഠത്തിലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ നമുക്ക്? എന്ത് പറയുന്നു? എന്താ പഠിച്ചിട്ടില്ല? ഏവിന് പഠിച്ചോ പോലെ? എഡ്വിൻ എല്ലാവരും പഠിച്ചോ അല്ലേ എഡ്വിൻ? പ്രിയ മോളെ പഠിച്ചോ? പ്രിയ എഴുതിയെടുത്തോ നോട്ട്? അനുപ്രിയ പ്ലീസ് അൺമ്യൂട്ട്. അനുപ്രിയ പഠിച്ചോ മോളെ? എല്ലാം എഴുതി വെച്ചാ പോലെ പഠിക്കണം അല്ലേ മുഹമ്മദേ? ഓക്കെ, അപ്പൊ എല്ലാ കുട്ടികളും സായി കൃഷ്ണ വീഡിയോ ഓൺ ചെയ്ത മോനെ. അപ്പൊ എല്ലാ കുട്ടികളും പഠിക്കണം. എഡ്വിൻ ഇത് പഠിച്ചു, ബാക്കിയുള്ള കുട്ടികളൊക്കെ പഠിക്കണം. അപ്പൊ നമുക്ക് പിന്നെ ഫിഫ്തിൽ ഇതില്ല അല്ലെ? അപ്പൊ ഇന്ന് ചോദ്യം ചോദിച്ചാൽ ആർക്കും കിട്ടൂല അല്ലേ എഡ്വിൻ? ഇവരൊന്നും പഠിച്ചില്ലല്ലോ എഡ്വിൻ. അപ്പൊ നമ്മളൊരു എക്സാം ഇടുന്നുണ്ട് അടുത്ത ഏത് ദിവസവും പ്രതീക്ഷിക്കാം. അവിടെ എല്ലാ കുട്ടികളും പഠിക്കണം അല്ലേ? പഠിക്കൂല എല്ലാവരും? ഫസ്റ്റ് പാഠത്തിന്റെ
ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസറും മീനിങ്ങും ഒക്കെ പഠിച്ചിട്ട് വരണം. അല്ലേ? നല്ല കുട്ടികളല്ലേ മിസ്സിന്റെ? മിസ്സിന്റെ കുട്ടികൾ നല്ല കുട്ടികളാണ് അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? പറയാ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ ആദ്യത്തെ ചോദ്യം എഡ്വിനോടാണ്. എഡ്വിനോട്. ഓക്കെ. അപ്പോ മാതൃഭാഷയുടെ മഹത്വം കവി വ്യക്തമാക്കുന്നത് എങ്ങനെ? എങ്ങനെയാ എഡ്വിൻ? മാതൃഭാഷയുടെ മഹത്വം കവി വ്യക്തമാക്കുന്നത് എങ്ങനെ? മിസ്സേ, എനിക്കത് കിട്ടിയിട്ടില്ല. ഏത് നോട്ട് കിട്ടിയില്ലേ? അതല്ല, ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഞാൻ എല്ലാം എഴുതിയില്ലേ? എല്ലാവരും എത്ര ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടായിരുന്നു? 9 ക്വസ്റ്റ്യൻ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? മാതൃഭാഷയുടെ മഹത്വം കവി വ്യക്തമാക്കുന്നത് എങ്ങനെയെന്നുള്ളത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്നാ പറഞ്ഞേ. മർത്യന്റെ പെറ്റമ്മയെ പോലെ. എങ്ങനെയാ പറയുന്നത്? മർത്യൻ തന്റെ പെറ്റമ്മയെ മർത്യൻ തന്റെ പെറ്റമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ മാതൃഭാഷയെ സ്നേഹിക്കണം. ഓക്കെ, ഗുഡ്. സൂപ്പറായി പഠിച്ചിട്ടുണ്ട് അല്ലേ? മർത്യൻ അതായത് മനുഷ്യൻ തന്റെ പെറ്റമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ മാതൃഭാഷയെ സ്നേഹിക്കണമെന്നാണ് കവി പറയുന്നത് അല്ലേ? പിന്നെ അടുത്ത ചോദ്യം ഇനി ആരോടാ ചോദിക്കണ്ടേ? ലക്ഷ്മിപ്രിയ പഠിച്ചോ മോളെ? അനുപ്രിയ പഠിച്ചോ? ഹന്ന? എഡ്വിനോടാ? ഹന്ന പറയോ? ഓക്കെ. അപ്പോ മർത്യന്റെ പെറ്റമ്മയായി പറയുന്നത് ആരെയാണ്? ഹന്ന റോസ്, പ്ലീസ് അൺമ്യൂട്ട്. മാതൃഭാഷയാണ് മർത്യന്റെ പെറ്റമ്മയായി പറയുന്നത്. ഗുഡ്. പിന്നെ കുട്ടികൾ പൂർണ്ണ വളർച്ച നേടുന്നത് എങ്ങനെ? എങ്ങനെയാ അഡ്വിൻ? റുവൈസ് ഒന്നും പറയുന്നില്ല അല്ലെ? റുവൈസേ, മുഹമ്മദ് കെ ഒന്നും പറയുന്നില്ല. ലക്ഷ്മിപ്രിയ പറയുന്നുണ്ടോ? റുവൈസ പറഞ്ഞേ? മുഹമ്മദ് അല്ലേ? ഓക്കെ, മുഹമ്മദ് എന്നാ പറഞ്ഞേ? കുട്ടികൾ പൂർണ്ണ വളർച്ച നേടുന്നത് എങ്ങനെ? കുട്ടികൾ പൂർണ്ണ വളർച്ച നേടുന്നത് എങ്ങനെ? മാതാവിന്റെ വാത്സല്യദുഗ്ധം നുകർന്നാണ് കുട്ടികൾ പൂർണ്ണ വളർച്ച നേടുന്നത്. ഓക്കെ, മാതാവിന്റെ വാത്സല്യ ദുഗ്ധം നുകർന്നാണ് കുട്ടികൾ പൂർണ്ണ വളർച്ച നേടുന്നത്. ഓക്കെ, കറക്റ്റ്. അപ്പോ നെക്സ്റ്റ് ചോദ്യം ആരോടാ? റുവൈസിനോട് ആയിക്കോട്ടെ. നോക്കാതാ? ഓക്കെ. അപ്പൊ നമുക്ക് അമൃതം അമൃതായി തോന്നുന്നത് എപ്പോൾ? അമ്മ തന്നെ പകർന്നു തരുമ്പോഴാണല്ലേ? ഓക്കെ, അമ്മ തന്നെ പകർന്നു തരുമ്പോഴാണ് നമുക്ക് അമൃതം അമൃതായി തോന്നുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരോടാ ചോദിക്കണ്ടേ? ജോസി അറിയോ? ജോസി ആരോട്? മുഹമ്മദിനോട്. ഓക്കെ, ഇവിടെ മത്സരായി അല്ലേ? ജോസി പഠിച്ചു. ജോസി പ്ലീസ് അൺമ്യൂട്ട്. ചിത്തതാരിൽ ഉൾത്തേനായി ചേരുന്നത് എന്ത്? ചിത്തതാരിൽ ഉൾത്തേനായി ചേരുന്നത് എന്ത്? എന്താണ് ജോസി? പഠിച്ചിട്ടില്ല തോന്നല ജോസി അല്ലേ? ജോസി അറിയുന്നില്ല. നെക്സ്റ്റ് മുഹമ്മദ്. എഡ്വിൻ. ഓക്കെ, മുഹമ്മദ് പറയുമല്ലോ. ഓക്കെ, മുഹമ്മദ് എന്നാ പറഞ്ഞോ. മാതൃഭാഷയാകുന്ന വെള്ളത്തുള്ളികളാണ്
ചിത്തധാരയിൽ തുള്ളികളാണ് തേനായി ചേരുന്നത്. നെക്സ്റ്റ് സായി കൃഷ്ണയോടാണ്. പ്ലീസ് അൺമ്യൂട്ട് സായി കൃഷ്ണ. ഞാൻ പഠിച്ചിട്ടാ. പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം സമ്മേളിക്കുന്നത് എന്ത്? എന്താണ്? ഞാൻ ആ പാഠം പഠിപ്പിക്കുമ്പോ തന്നെ ഒരു 10,000 വട്ടം പറഞ്ഞാണ്. എന്ത്? പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം സമ്മേളിക്കുന്നത് എന്ത്? എന്താണ്? അപ്പൊ ഷഹാനയോട് ഷഹാന പ്ലീസ് അൺമ്യൂട്ട്. ഷഹാന അൺമ്യൂട്ട് ചെയ്തോ മോളെ. ഷഹാന എന്താണ് പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം സമ്മേളിക്കുന്നത്? അമ്മ എന്നുള്ള രണ്ടക്ഷരമാണ് പിഞ്ചിളം. അമ്മ എന്നുള്ള രണ്ടക്ഷരമാണ് പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം സമ്മേളിക്കുന്നത്. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ചോദ്യം ഏതാണ്? പൂവിലെ അല്ല അടുത്ത ഇത് ചോദിക്കാം. തൻ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് ലക്ഷ്മിപ്രിയ? പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ. തൻ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതിനെയാണ്? കേൾക്കുന്നില്ലേ? ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്നത് അന്യഭാഷ. എന്താണ് അന്യഭാഷയാണ് തൻ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമത്തുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ ഗുഡ്. നെക്സ്റ്റ് അനുപ്രിയ. അനുപ്രിയ ലിസൺ ഹിയർ. അനുപ്രിയോട് ഒരു മീനിങ് ചോദിക്കട്ടെ. ഓക്കെ അനുപ്രിയ, ദുഗ്ധം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ അനുപ്രിയ? സങ്കടം. ദുഗ്ധം, ദുഃഖമല്ല, ദുഗ്ധം. ദുഗ്ധം അർത്ഥം എഴുതിയെടുത്തിട്ടില്ല മോള്? ഇല്ല, ടെസ്റ്റ് കിട്ടിയിട്ടില്ല. ഇല്ല അല്ലേ? നോട്ട് മിസ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ചോദ്യവും ഉത്തരവും മീനിങ്ങും ഒക്കെ. ദുഗ്ധം എന്താ എഡ്വിൻ? കേട്ടോ? ആ പറഞ്ഞു. പാൽ, ദുഗ്ധം പാൽ അല്ലേ? വക്രം, വക്രം മുഖം. ഓക്കെ മുഖം. ഹന്നാറോസിന് പറയാനുണ്ട്. ഹന്നാറോസിന് പ്ലീസ് അൺമ്യൂട്ട്. ഹന്ന. തൂമുത്ത് എന്നർത്ഥം. തൂമുത്ത. ആ മനോഹരമായ മുത്ത്. നെക്സ്റ്റ് ഏബലിനോടാണ്. ഏബൽ പ്ലീസ് അൺമ്യൂട്ട്. ഏബൽ. ഏബൽ അവിടെ ഒരു ഭാഗത്ത് നീങ്ങിയിരിക്കുകയാണ്, എന്നോടൊന്നും ചോദിക്കുന്നില്ലല്ലോ വിചാരിച്ചല്ലേ. ധാത്രി. ധാത്രി എന്ന അർത്ഥം? ആ മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് ധാത്രി. എന്താ ഏബലെ? ഓക്കെ വളർത്തം. ഇനി ഇവിടെ ഒരാൾ കൂടി ഉണ്ട്, ഷഹബാസ്. ഷഹബാസേ കേൾക്കുന്നുണ്ടോ ഇപ്പോ? ഓക്കെ. അപ്പോ ഹൃദ്യം, ഹൃദ്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹൃദ്യം, ഹൃദ്യം. ഇവിടെ എല്ലാരും കൈ പൊക്കി നിൽക്കുകയാണ്. ഞാൻ പറയാം മനോഹരം. ഇവിടെ ഉത്തരം മനോഹരം. അപ്പൊ എല്ലാ കുട്ടികളും എല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ, നല്ല മക്കളാണ്. ഓക്കെ. അപ്പൊ ഇനി ഇതുപോലെ എല്ലാ പാടും പഠിച്ചിട്ട് മുമ്പോട്ട് പോണേ. ഓക്കെ. നമ്മുടെ 2 ലെസൺ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ കുട്ടികളും പഠിച്ചു കഴിഞ്ഞാലേ മുമ്പോട്ടുള്ള പാഠം ഞാൻ എടുക്കൂ. ഓക്കെ. എഡ്വിൻ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? പ്ലീസ് അൺമ്യൂട്ട്. എന്തോ അടുത്ത ക്ലാസ്സില് പരീക്ഷ ഇടുവോ? ആ ഞാനൊരു എക്സാം ഇടും. എന്തായാലും ഓരോ പാഠം കഴിയുമ്പോ ഒരു എക്സാം ഇടും. ഓക്കെ. അപ്പൊ റെഡി ആയിരിക്കണം എല്ലാവരും.
കുറച്ച് പണിയുണ്ട് ഇതെല്ലാം പഠിക്കണം. എല്ലാരും റെഡി ആയിരിക്കണം. നോക്കി എഴുതാനൊന്നും പാടില്ല. ഇന്ന് നോക്കിയിട്ടെല്ലാം പറഞ്ഞവരുണ്ട്. അപ്പൊ നോക്കാതെ പറയണം എല്ലാരും. അപ്പൊ നമ്മുടെ ടൈം ഏകദേശം കഴിയാറായി. അപ്പൊ എല്ലാവരോടും മിസ് ബൈ പറയണേ. അപ്പൊ ടാറ്റ ബൈ ബൈ. See you. Bye. Thank you, Miss. Okay. എല്ലാവരോടും ബൈ. Bye. Bye.